വെൽക്കം ഡോക്ടർ ഷെരീൻ. നമുക്കിന്നൊരു അതിഥിയായി കിട്ടിയതിൽ വലിയ സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, ഡോക്ടർ, എന്റർപ്രണർ, മോട്ടിവേറ്റർ, പൊളിറ്റീഷ്യൻ, അങ്ങനെ എല്ലാ രീതിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രമുഖ വ്യക്തിത്വം നമ്മളുടെ കുഞ്ഞുങ്ങളോട് സംവദിക്കാനും അദ്ദേഹത്തിന്റെ സ്റ്റോറി പറയാനുമായിട്ട് വന്നതിൽ വലിയ സന്തോഷമാണ്. ഡോക്ടർ ഷെരീൻ, ഓവർ ടു യു സർ. നമസ്കാരം പ്രശോഭ്. യെസ് സർ, നമസ്കാരം സർ. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതെ, ക്ലിയർ ആണ് സർ. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ എടുക്കുകയാണോ വേണ്ടത്, അതോ ഞാൻ ആദ്യം സംസാരിക്കുകയാണോ വേണ്ടത്? എന്താണ് ഇതിന്റെ ഒരു രീതി? സാർ ആദ്യം സംസാരിച്ചോളൂ. സാർ ആക്ച്വലി എങ്ങനെയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ വലിയൊരു വിജയം നേടാൻ സാധിച്ചതും, പ്രത്യേകിച്ചും ഒരു ഡോക്ടറും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും ഒരു പൊളിറ്റീഷ്യനും ഒരു എന്റർപ്രണറും ഒരു മോട്ടിവേറ്ററും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒരു പക്ഷേ സൊസൈറ്റിയിൽ വളരെ കുറവായിരിക്കും. എങ്ങനെയാണ് സാറിന് ഈ വിജയങ്ങളെ എത്തിപ്പെടുത്താൻ സാധിച്ചത്? അതുപോലെ തന്നെ എത്രമാത്രമായിരുന്നു അതിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത്? എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിച്ചു? ഇങ്ങനെയൊക്കെയാണ് സർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കേൾക്കാൻ. കാരണം അടുത്ത തലമുറയുടെ ഭാഗങ്ങളായിട്ട് വരുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ പോലുള്ള ആളുകളുടെ വിജയകഥകൾ കേൾക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കും. കാരണം അവരുടെ വിജയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ വളരെയധികം അവർക്ക് ഗുണം ചെയ്യും. എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല, ഞാൻ എന്തൊക്കെയോ കൊച്ചു ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സക്സസ് ഈസ് നോട്ട് മെഷേർഡ് ബൈ what you achieve in the view of others, but always നമ്മുടെ തന്നെ ഒരു ബെഞ്ച് മാർക്കിങ്ങിൽ നമുക്ക് തന്നെ നമ്മളോട് നീതി പുലർത്തിക്കൊണ്ട് നമുക്കൊരു തൃപ്തി എങ്ങനെ കിട്ടും എന്നുള്ളതിന്റെ രീതിക്കായിരിക്കും നമ്മൾ ഓരോരുത്തരും അതിനെ മെഷർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രം. അത് മറ്റുള്ളവർക്ക് നല്ലതായി തോന്നുന്നു എങ്കിൽ അതിൽ സന്തോഷമുണ്ട്. എന്തായാലും കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രായത്തിലുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് 10 വയസ്സ് മുതൽ 16 വയസ്സെന്ന് പറയുമ്പോൾ അവർ 2009, 2010 മുതൽ ജനിച്ചവരോ ഇങ്ങോട്ട് താഴേക്ക് ജനിച്ചവരോ ആണ്. അവരുടെയൊക്കെ ജനറേഷൻ നമ്മളൊരു പേരിട്ട് വിളിക്കുക പോലും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തരും. നമ്മളൊക്കെ എൻ്റെ മകളുടെ പ്രായമാണ് അതിന്റെ ആവറേജ് ഏജ്. എൻ്റെ മോൾക്ക് 13 വയസ്സായി. സോ ഈ 10ന്റെയും 16ന്റെയും ഇടയിൽ കൃത്യമായി എൻ്റെ മോളുടെ പ്രായത്തിലുള്ളവരോട് ആണ് ഞാൻ ആവറേജ് ഏജിൽ സംസാരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു. അപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോളോടൊന്നും ഉപദേശിക്കാറുമില്ല, പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കാറ്. അത് അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും ഉപദേശങ്ങളാണെങ്കിലും ഹെൽപ്പാണെങ്കിലും അവർ വളറബിൾ ആവുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിലും ഒക്കെ അവർ ഡിമാൻഡ് ചെയ്യുന്ന, അവർ ഡ്രൈവ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ ജനറേഷന്റെ ഒരു വലിയ മാറ്റമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ അവരെ കേൾക്കുക എന്നുള്ളതാണ് സത്യത്തിൽ പ്രധാനം. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതലായി അവർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യാനുണ്ടെങ്കിൽ അത് അവര് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ ഓഫർ ചെയ്യൽ നിന്ന് അവരെടുക്കുകയോ ചെയ്തോളും. എൻ്റെ ഒരു ജേണി പറയാനാണെങ്കിൽ, നിങ്ങളുടെ ഈ പ്രായത്തിൽ ഞാൻ ഈ നൂറ്റാണ്ടിലോ ഈ മില്ലേനിയത്തിലോ അല്ലായിരുന്നു, ഞാൻ കഴിഞ്ഞ മില്ലേനിയത്തിലായിരുന്നു നിങ്ങളുടെ ഈ പ്രായത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രായം കൂടിയ ആളും 16 വയസ്സിലായിരിക്കും എന്നുള്ളത് കൊണ്ട് എൻ്റെ 16ാമത്തെ വയസ്സ് ഞാൻ സ്പെൻഡ് ചെയ്ത ഇയർ 1999 ആണ്, 1999. അങ്ങനെയും ഒരു വർഷം ഉണ്ടായിരുന്നു. അല്ലാതെ 2000-ന് ഇപ്പുറം മാത്രമല്ല വർഷങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ BC AD എന്നോ അല്ലെങ്കിൽ BCE ACE എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ടൈം ലൈൻ മാത്രമല്ല, നമ്മളൊക്കെ ജീവിച്ച ഒരു ടൈം പീരീഡ് കൂടിയാണ് എന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പാരൻസ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പാരൻസോ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസ് തന്നെയോ, അവരുടെ നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന പ്രായം ഏകദേശം എൻ്റെ അതേ പ്രായമായിരിക്കും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മില്ലേനിയം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ കാലത്തെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ടീനേജ് പ്രായത്തിലുള്ള അല്ലെങ്കിൽ ടീനേജിലേക്ക് കടക്കാൻ പോകുന്ന 5th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾ അല്ലെങ്കിൽ 4th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ക്യൂരിയസ് ആയിരിക്കും. നമ്മൾ ഓരോന്നും ഒബ്സർവേഷനിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ട്രയൽ ആൻഡ് എറർ മെത്തേഡുകൾ ഉണ്ടാവും. നമുക്ക് ഇതുപോലെയൊക്കെ കടന്നുപോയ ഒരാൾ തന്നെയാണ് ഞാൻ.
ഞാനൊരു സാധാരണ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. 99 മാർച്ചിൽ SSLC കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് സെന്റ് തോമസ് കോളേജ് തൃശ്ശൂർ ജില്ലക്കാരനാണ് ഞാൻ ശരിക്കും. തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ അവസാനത്തെ ബാച്ച് പ്രീ ഡിഗ്രി ഞങ്ങളുടെ ബാച്ചായിരുന്നു. പ്രീ ഡിഗ്രിയിലെ ലാസ്റ്റ് അതിനുശേഷം +2 ഞങ്ങൾ കോളേജിൽ ഞങ്ങളുടെ +1ഉം +2ഉം 11th 12th ചെയ്തവരാണ്. അതാണ് ഞങ്ങളുടെ ജനറേഷനെ വ്യത്യസ്തമാക്കുന്നത്. ഞങ്ങൾ പുതിയ മില്ലേനിയം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് കണ്ടവരാണ്. ആ മില്ലേനിയത്തിലെ ഫസ്റ്റ് സെഞ്ചുറി ആയിട്ടുള്ള 21st സെഞ്ചുറിയുടെ ക്വാർട്ടർ സെഞ്ചുറി അടിച്ചു നിൽക്കുന്നവരാണ് ഞങ്ങൾ ആ 25 ഇയേഴ്സും വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്തവരാണ്. അതാണ് ഞങ്ങൾക്കുള്ള ഒരേ ഒരു അഡ്വാൻറ്റേജ്. നിങ്ങളുടെ ജനറേഷന് മുകളിൽ ഏതെങ്കിലും തരത്തിലൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അത് ഈ 25 ഇയേഴ്സും വളരെ വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്യാനുള്ള ബുദ്ധിയോടുകൂടിയുള്ള ഞങ്ങളുടെ ടീനേജിന്റെ എൻഡ് മുതൽ ഞങ്ങളുടെ മറ്റ് 20s 30s ഒക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഈ 25 വർഷവും കണ്ടു എന്നുള്ളതാണ്. പക്ഷെ ആ 25 വർഷത്തിൽ അവസാനത്തെ 10-15 വർഷം നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ 15 വർഷവും പിന്നത്തെ ഒരു 15 വർഷവും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ 15 വർഷം എങ്ങനെയായിരുന്നു വ്യത്യാസമാകുന്നത് എന്ന്. പിന്നീട് ഞാൻ മെഡിക്കൽ MBBS എൻട്രൻസ് എഴുതിയിട്ട് ഞാൻ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ചെയ്യാൻ വേണ്ടി അവിടെ പഠിക്കാൻ ചെന്നു. 2001 ബാച്ചായിരുന്നു. അവിടെ MBBS പഠിച്ച് പൂർത്തിയാക്കുന്ന ആ 6 വർഷക്കാലം 5.5 years to 6 years എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അന്നത്തെ ആ 6 വർഷക്കാലാണ് നമ്മളുടെ താല്പര്യങ്ങളെയൊക്കെ ഷേപ്പ് ചെയ്യുന്നത്. നമ്മൾ വാട്ട് ആർ വി ഡെസ്റ്റൈൻ ടു ഡു എന്നുള്ള ചോദ്യം, ആർ യു ഡെസ്റ്റൈൻ ടു ബി എ ഡോക്ടർ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ക്രിട്ടിക്കലായിട്ട് ചോദിക്കുമ്പോൾ അല്ല എന്നുള്ള ഉത്തരം നമുക്ക് തന്നെ കൺവിൻസിങ് ആക്കി മാറ്റിയെടുക്കാനും അപ്പം എന്താണ് വേറെ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യവും ഒക്കെ ഉള്ള ആ സ്ട്രഗിൾ കൂടെയൊക്കെ കടന്നു പോയ ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ നേരത്തെ ചൂസ് ചെയ്തൊരു വഴിയിൽ നിന്ന്, ഞാനായിട്ട് തന്നെ ചൂസ് ചെയ്ത വഴി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു MBBSന്റെ വഴിയിൽ നിന്ന് മാറി സിവിൽ സർവീസിന്റെ വഴിയിലേക്ക് വരാൻ ഒരു ധൈര്യം എൻ്റെ ഏർലി 20s എനിക്ക് ഉണ്ടായി. അതിനൊക്കെ ഞാൻ കാണുന്ന ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റീവ് ആയിരിക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ്. നമ്മൾ ഇമോഷൻസിൽ അറ്റാച്ച്ഡ് ആയി നിൽക്കാതെ കുറച്ചുകൂടി ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. അതിന് ഫാമിലിയുടെ സപ്പോർട്ടിനെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും അപ്പോൾ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്ന കാലത്താണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ സാധനം, ഇന്റർനെറ്റ് ടെക്നോളജി എന്ന് പറയുന്നതൊക്കെ ഭയങ്കര റാമ്പന്റ് ആവുന്നത്. അന്നും മൊബൈൽ ഫോണിന്റെ ഒരു എറ എന്ന് പറയുന്നത് ഇന്നത്തെ പോലത്തെ ടച്ച് സ്ക്രീൻ ഒന്നും അല്ല. കുത്തണ ഫോൺ എന്നൊക്കെ പറയുന്ന പോലെ ബട്ടൺ ഫോൺസ് ആയിരുന്നു. ആ ഒരു ജനറേഷനും ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി പറയാനാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഫോണിന്റെ ഇവല്യൂഷൻ തന്നെയാണ് നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഹ്യൂമൻ റേസിന്റെ ഇവല്യൂഷനുമായിട്ട് ഈ ഒരു 15, 20, 25 വർഷത്തിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു ടൈം ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കമ്പാരിസൺ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഫോൺ എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളത് മനുഷ്യരെങ്ങനെ മാറുന്നു എന്നുള്ളതിന്റെയും കൂടിയാണ്. ഇപ്പൊ റീബാൻ ഗ്ലാസസ് മെറ്റയുമായി ചേർന്നിട്ട് ഇറക്കുന്ന ഗ്ലാസസിനെ പറ്റി നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഗൂഗിൾ മാപ്പ് ഗ്ലാസ്സിൽ കിട്ടും, വീഡിയോസ് ക്യാൻ ബി പ്ലേഡ് ഔട്ട് ദെയർ, വീഡിയോ കോൾസ് എടുക്കാം. സോ തിങ്സ് ആർ ചേഞ്ചിങ് വെരി ഫാസ്റ്റ്. ആ ഫാസ്റ്റ് വേൾഡിലാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ആ ജീവിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ അച്ചീവ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഗോൾസ് സെറ്റ് ചെയ്യലാണോ വേണ്ടത്, അതോ ലൈഫ് കുറച്ചുകൂടി എൻജോയ് ചെയ്യുന്നത് പോലെയാണോ വേണ്ടത്? ചിലപ്പോൾ ക്രിയേറ്റീവ് പെർസ്യൂട്ട് ഉള്ളവരായിരിക്കും നിങ്ങളിൽ കൂടുതൽ പേരും. ക്രിയേറ്റീവ് പെർസ്യൂട്ട് ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എൻറോൾ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, അത് എഴുത്താവാം, വരയാവാം, തിയേറ്റർ ആവാം, ആക്ടിങ്, അല്ലെങ്കിൽ ചിലപ്പോൾ കളി, അങ്ങനെ എന്തും ആവാം. ആ ഏത് പെർസ്യൂട്ടിലാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് തന്നെ എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളതും, അതിന് നിങ്ങളുടെ ഈ ഏജിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ചോദിച്ചറിയാനോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്ന രീതിയിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, സോഷ്യൽ ആയിട്ടുള്ള എത്തിക്കറ്റ്സും അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ്ങിലേക്ക് നമുക്ക് നമ്മുടെയൊക്കെ ഫ്രണ്ട് സർക്കിൾ, അതുപോലെ നമ്മളുടെയൊക്കെ പാരൻസിന്റെ കൊളീഗ്സ്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കാണുന്ന ആളുകൾ, ഒപ്പം നമ്മുടേതായിട്ടുള്ള ഒരു വെർച്വൽ വേൾഡും ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വെർച്വൽ സോണിലാണ് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എൻ്റെ മോളെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്കറിയാം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതികൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒതുങ്ങി നിൽക്കും. അത് തന്നെ വെർച്വൽ വേൾഡിൽ നിങ്ങൾ റിപ്ലിക്കേറ്റ് ചെയ്യും.
നിങ്ങളുടെ മ്യൂസിക്കിന്റെ ടേസ്റ്റ് ചിലപ്പോൾ ഞങ്ങളുടെ ജനറേഷന്റെ പോലെയല്ല, നിങ്ങൾ ലോകത്തെ കാണുന്നത് ഞങ്ങളെ പോലെയല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ എൻ്റെ ഒരു ജനറേഷന്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു കഥയുടെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വെക്കാൻ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ പിന്നെ എൻ്റെ MBBSന്റെ ആ സമയത്ത് തന്നെ അവിടെ കോളേജ് യൂണിയൻ സ്റ്റുഡൻസ് ചെയർമാൻ ആയിരുന്നു. അപ്പോൾ ആ ചെയർമാൻഷിപ്പിൽ നിന്ന് ഞാൻ കുറെ പഠിച്ചു. എങ്ങനെയാണ് ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ലൈഫിനെ വേറൊരു കോഴ്സിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്. പിന്നെ then I decided to take up civil service exam. അപ്പോൾ അത് അന്നത്തെ ഒരു എന്താ പറയുക ഒരു ഫാസിനേറ്റിംഗ് ജേർണി ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. I took up the exams. I got through in my first attempt. I got placed in Indian Audit and Account Service. I joined the service in the year 2009. 2009 to 2016 ഞാൻ സർവീസിൽ ഉണ്ടായിരുന്നു. I was the Deputy Accountant General of Kerala. Later I was the Deputy AG of Karnataka as well. After putting in 6.5 years at the age of around 32 കഴിഞ്ഞിരുന്നു. ഈ ഏജ് 32ന്റെ റെലവൻസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാലോ. ഓരോരുത്തർക്ക് ബോധോദയം ഉണ്ടാകുന്ന പ്രായം, അല്ലെങ്കിൽ ജീവിതത്തിലെ ക്രൂഷ്യൽ സമയം പിന്നിട്ട ശേഷം മരണത്തിലേക്ക് പോകുന്ന പ്രായം എന്നൊക്കെ പറയുന്ന ഒരു ഏജ് ആയിട്ട് 32നെ നമ്മൾ പലപ്പോഴും ഫാസിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ ഫാസിനേഷനും ഞാൻ എന്റെ വേറൊരു തീരുമാനം എടുക്കാൻ ആ പ്രായത്തെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഫോർ ദ പാസ്റ്റ് 10 years ഞാൻ കൂടുതലായിട്ടും ഞാൻ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്ത ശേഷം പാർട്ടി പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ തന്നെ ആളുകൾക്കിടയിൽ രാഷ്ട്രീയം പറയുന്ന ഒപ്പീനിയൻ മേക്കിങ്ങിന് വേണ്ടി ആളുകളെ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അതിന് കൊടിപിടിക്കലും മുദ്രാവാക്യം വിളിക്കലും സ്ട്രീറ്റ് ഫൈറ്റും ആണ് പൊളിറ്റിക്സ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ജനറേഷനോട് അത് മാത്രമല്ല എന്ന് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞാനിപ്പോൾ എൻ്റെ 42 years കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ പറയുന്നതിനേക്കാളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒബ്സർവേഷൻസ് പാസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്വറീസ് ആയിട്ട് ചോദിക്കാനോ അതിൻ്റെ ഉത്തരങ്ങളുമായി പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ പ്രക്ഷോഭ തന്നെ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് പറയുമ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് നമുക്ക് മാറ്റി പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കര മോണോട്ടോണസ് ആയി പോകും. സോ ഓവർ ടു യു ഗൈസ്. തീർച്ചയായിട്ടും സർ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ സരിൻ സാറിനോട് ചോദിക്കാം. കാരണം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പക്ഷേ ഇനി അടുത്ത് തന്നെ കിട്ടണം എന്നില്ല. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്കിൽ കൂടിയും സർ, ഈ കാലഘട്ടത്തിലത്തെ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും സാറിന് ആക്ച്വലി പറയാനുള്ള? അറിയാലോ, ഇപ്പോൾ ഉള്ള സമൂഹം വളരെയധികം ഒരു പ്രതിസന്ധിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് സൊസൈറ്റിയിൽ കണ്ടമാനം വരുന്നുണ്ട്, അതുപോലെ മോശപ്പെട്ട കൂട്ടുകെട്ടുകളുടെ പ്രതിസന്ധികൾ വരുന്നുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും സാറിന്റെ ഭാഗത്ത് ഒരു 42 വയസ്സുകാരൻ, അതല്ലെങ്കിൽ സമൂഹത്തിൽ വളരെയധികം വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കൊടുക്കാനുള്ളത്? ബേസിക്കലി നമ്മൾ ഇതിന്റെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ പലപ്പോഴും ഈ കുട്ടികളെയാണ് ഇതിൽ കൾപ്രിറ്റ്സ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ദേ ആർ നോട്ട് ദ കൾപ്രിറ്റ്സ്. അവർ ഉണ്ടാക്കിയെടുത്ത ലോകത്തിലല്ല അവരിതിനിരയായി തീരുന്നത്, അല്ലെങ്കിൽ അവരത് യൂസ് ചെയ്യാനുള്ള തീരുമാനം അറിഞ്ഞോ അറിയാതെയോ എടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദെയർ വേൾഡ്, ഇറ്റ്സ് യുവർ വേൾഡ് ആൻഡ് ദേ ആർ കൈൻഡ് ഓഫ് ബേർഡൻഡ് ബൈ വാട്ട് യു ഹാവ് ലെഫ്റ്റ് വിത്ത്. നിങ്ങൾ എന്ത് അവശേഷിപ്പിച്ചോ അത് അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഈ കുട്ടികൾ. അപ്പൊ അതിന്റെ അർത്ഥം ഈ കുട്ടികളിലേക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് ക്രീപ്പ് ഇൻ ചെയ്യുന്നത് അറിയാൻ നമുക്ക് പറ്റാതെ പോകുന്നു, അല്ലെങ്കിൽ ഈ കുട്ടികളെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്നത് എന്താണ്, അവരുടെ പ്രയോറിറ്റീസിൽ എന്തൊക്കെയാണ്, നമ്മൾ കാണുന്ന കാര്യങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങൾ, അതിനെ മനസ്സിലാക്കാൻ അവരുടെ ഫാമിലി എന്നുള്ള രീതിയിൽ, ഇമ്മീഡിയറ്റ് ഫാമിലി എന്നുള്ള രീതിയിൽ അച്ഛനും അമ്മയും അവരുടെ എൽഡർ സിബ്ലിങ്സും പിന്നെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സും ആണ് അവർ കാണുന്നത്. പിന്നെ ഉള്ളത് സ്കൂൾ സീനിയേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ കുറച്ച് തൊട്ടടുത്ത എക്സ്റ്റെൻഡഡ് റിലേഷൻസിലുള്ള ആളുകൾ എന്നുള്ള രീതിയിലുള്ള ആളുകളെയാണ്. ഇവരോടൊന്നും ഇവർക്ക് റിലേറ്റബിൾ ആയിട്ട് ഒന്നും തോന്നുന്നില്ലെങ്കിൽ there lies the problem. റിലേറ്റബിലിറ്റി കൊണ്ടുവരാൻ നമുക്ക് ഇവരോടൊക്കെ ഈ കുട്ടികൾക്ക് നോക്കും, എടാ നിനക്ക് എന്നോട് പറയാൻ കോൺഫിഡൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് പറ്റണില്ല. ആ പറ്റാതെ ആവുമ്പോൾ അവർ അവരിലേക്ക് ചുരുങ്ങുന്നു, അവരിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇന്നതാണെന്ന് അവരെ ഡിഫൈൻ ചെയ്യുന്നു. ആ റിലേറ്റബിലിറ്റിയിൽ നിന്ന് പോകേണ്ടുന്ന വഴികൾ അവരങ്ങ് തെരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ അതിൽ പെട്ടുപോകുന്നു. സോ മാറേണ്ടത് നമ്മളാണ്.
മാറ്റേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടാണ്. ഈ ജനറേഷനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വേൾഡ് വ്യൂ ആദ്യം ഉണ്ടാകണം. അവര് കൂടുതലായിട്ട് കാര്യങ്ങളെ അന്വേഷിച്ചറിയാൻ പറ്റുന്ന ജനറേഷനാണ്. നമ്മളെപ്പോലെ പുസ്തകം വായിച്ചോ അനുഭവസ്ഥരായ ആളുകളിൽ നിന്ന് കേട്ടോ മാത്രം അറിയാൻ പറ്റുന്നവരല്ല. എന്തും സെർച്ച് ചെയ്തും ഗൂഗിൾ ചെയ്തും AI ചോദിച്ചു പോലും AI പറയുന്ന ഉത്തരങ്ങളെ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയായിട്ട് നമ്മൾ മാറുന്നുണ്ട്. AI പരിമിതികളുണ്ട് അങ്ങനെ ഉത്തരങ്ങൾ പറയുന്നതിൽ. AI കുറെ ഇൻപുട്സിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ അഗ്രിഗേറ്റ് ചെയ്ത് തരാൻ മാത്രം അറിയുന്ന അത് മെക്കാനിക്കൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ടൂളാണെന്നും അതൊരു ഇമോഷണൽ സപ്പോർട്ട് അല്ല എന്നും മനസ്സിലാക്കാൻ പോലും നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നില്ല. സോ AI ചാറ്റ് എഞ്ചിൻസിനോട് സങ്കടം പറയുന്ന, AI വന്നിട്ട് വീട്ടിൽ വന്ന് ചാറ്റ് ചെയ്യുന്ന എത്രയോ കുട്ടികളുണ്ട് ടീനേജിൽ. അതൊക്കെ കാണുമ്പോഴും അറിയുമ്പോഴും അതിലെന്തെങ്കിലും കുറവുണ്ടായിട്ടില്ല. ബട്ട് അതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ജനറലൈസേഷൻ എന്ന് പറയുന്നത് അവരെ ഒരു സൊസൈറ്റൽ ബീയിങ് എന്നുള്ളതിൽ നിന്ന് അവരെ ഡിറ്റാച്ച് ചെയ്യിപ്പിക്കും. അവർക്ക് ചിലതിനെ ഒന്നും നേരിടാനുള്ള ധൈര്യമോ കോൺഫിഡൻസോ ഇല്ലാതെയായി പോകും. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ഏത് പ്രോബ്ലം, അത് ഇന്നത് എന്ന് പറഞ്ഞ XYZ എന്ന് പറഞ്ഞ് ഡ്രഗ് അബ്യൂസിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഇന്റർനെറ്റ് അബ്യൂസിന്റെയോ അങ്ങനെ ഒരു വഴിയെന്നല്ല, ഏത് വഴിയിലും പാളിച്ച ഉണ്ടാകുന്നതിന്റെ ഒരു കോമൺ ത്രെഡിനെ ഞാൻ പറയാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രം. സോ ദിസ് ഈസ് വാട്ട് ഐ ഫീൽ ഈസ് ഹാപ്പനിങ് അറൌണ്ട് അസ്. ഓക്കെ സർ. സർ, നമുക്കറിയാം ജീവിത വിജയം കൈവരിച്ച ആളുകളെല്ലാം അവരുടേതായിട്ടുള്ള ഒരു സ്കിൽസിനെ മാത്രം കോൺസെൻട്രേറ്റ്, ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ആയിക്കോട്ടെ, നരേന്ദ്രമോദി ആയിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളായിട്ട് പോലും. ഇപ്പൊ റീസെന്റ് നമുക്ക് പറയുകയാണെങ്കിൽ ശ്രീ ഗുകേഷ് 17 വയസ്സിൽ ലോക ചെസ് ചാമ്പ്യനായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ടെക്സ്റ്റ് ബുക്ക് എഡ്യൂക്കേഷനോളം പ്രാധാന്യം തന്നെ ഇല്ലേ ഓരോരുത്തരുടെയും സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻബോൺ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത്? അവിടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിസംപ്റ്റീവ് ആവാണ്. നമുക്ക് എന്തോ ഒരു ഇൻബോൺ സ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ട് എന്ന് കുട്ടികൾ അറിയാതെ അസ്യൂം ചെയ്യും ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ. അപ്പൊ എൻ്റെ ഒരു ടേക്ക് അതിൽ എങ്ങനെയാന്ന് വെച്ചാൽ, സ്കിൽസ് ഇൻബോൺ ആണോ അതോ നമ്മൾ അക്വയർ ചെയ്യാണോ എന്നുള്ളത് വിഷയമല്ല. പകരം എന്നിൽ ഒരു സ്കിൽ സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റും എന്നുള്ളതിലേക്ക് ആ കുട്ടി എത്തണം. അത് എപ്പോഴെങ്കിലുമൊക്കെ എത്തിയാൽ മതി. ഇവിടെ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ വേറെയും ഒരു ഡിഫറെന്റ് ടേക്ക് എനിക്കുള്ളത്, ഏതെങ്കിലും ഒരു സ്കിൽ സെറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയില്ല. മൾട്ടി ടാസ്കിങ്ങിലേക്കും മൾട്ടി സ്കില്ലിങ്ങിലേക്കും ഒക്കെ പോകാം. പക്ഷെ നമുക്കൊരു കോർ കോമ്പിറ്റൻസി ഉണ്ടാവണം. നമുക്ക് തന്നെ കോൺഫിഡൻസ് തരുന്ന, യെസ് എന്നിൽ ഇന്ന ഒരു പ്രധാനപ്പെട്ട സാധനം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്, അതെന്റെ മീൻസ് ഓഫ് ലൈഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, എന്റെ മീൻസ് ഓഫ് എൻഗേജ്മെന്റ് വിത്ത് ദ വേൾഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. മീൻസ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ അതൊരു ജോലി എന്നുള്ള അർത്ഥത്തിൽ ശമ്പളം തരുന്നത് എന്നുള്ളത് മാത്രമല്ല. ആ ജോലിക്ക് പോകുന്ന സമയമാണ് ദിവസത്തിലെ 1/3 സമയം. നിങ്ങൾ ലൈഫിലെ 24 hours ഒരു ദിവസത്തിലെ 24 മണിക്കൂറിന് 1/3 സമയം നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ, 8 hours, റഫ്ലി 8 hours നിങ്ങൾ ഉറങ്ങാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് എടുക്കുകയാണെങ്കിൽ 8 hours നമ്മൾ വർക്കിന് വേണ്ടി മാത്രമായിട്ട് എൻഗേജ് ചെയ്ത് വർക്കായി മാറ്റുന്ന കാര്യങ്ങളുമാണ്. ബാക്കിയുള്ള 8 hours ചിലപ്പോൾ ഈ വർക്കുമായി ബന്ധപ്പെട്ടത് ചെയ്യുന്നുണ്ടാവാം, നമ്മുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം അറ്റൻഡ് ചെയ്യുന്നത്, പക്ഷെ ലിഷർലി ആക്ടിവിറ്റീസ് ആയിരിക്കാം. അങ്ങനത്തെ ഒരു മിസ്ലേനിയസ് ആയിട്ടുള്ള ഒരു 8 hours ആണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത്. ഈ 8 hours നമ്മൾ, അതായത് ഒരു ദിവസത്തിലെ 1/3 ഭാഗം വേൾഡ് ആയിട്ട് എൻഗേജ് ചെയ്യാണ്. നേരെ മറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്വബോധത്തോടെ ഇരിക്കുന്ന 1/2 ഭാഗം, അതായത് ഹാഫ് ഓഫ് യുവർ കോൺഷ്യസ് ടൈം എന്ന് പറയാം. കാരണം 8 മണിക്കൂർ കിടന്നുറങ്ങാണ്, ബാക്കിയുള്ള 16 മണിക്കൂറിൽ 8 മണിക്കൂർ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക എന്നാണ്. നമ്മൾ നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു എന്നർത്ഥം. അത് ഉറങ്ങി തന്നെ തീർക്കണം എന്നില്ല. അപ്പൊ ബാക്കിയുള്ള 16 hours 8 hours എങ്കിലും എൻഗേജ് ചെയ്യാണ് ഒരു ആക്ടിവിറ്റിയിൽ. അതാണ് വർക്ക് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ വി ആർ ഗെറ്റിംഗ് പെയ്ഡ് എന്ന് തോന്നുന്നത്. അത് ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും സിനിമയാണെങ്കിലും പൊളിറ്റീഷ്യൻ ആണെങ്കിലും അതിൽ ആ പേയ്മെന്റ് പാർട്ടിനേക്കാളൊക്കെ അവർ എൻഗേജ്മെന്റ് ആണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പേ വിൽ ഫോളോ. അപ്പോൾ അതിൽ നമുക്ക് ആരുടെയെങ്കിലും എക്സാമ്പിളിന്റെ പുറകെ പോകണോ, നമുക്ക് നമ്മുടേതായ ഒരു എക്സാമ്പിൾ ഉണ്ടാവണോ എന്ന് ചോദിക്കാം. അത് നമുക്ക് ആലോചിച്ച് മെല്ലെ മെല്ലെ അതിലേക്ക് പോവാം. ധൃതി ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. 15 വയസ്സാകുമ്പോഴേക്കും തന്നെ നമുക്ക് ഗോൾസ് സെറ്റ് ആവണം, അങ്ങനെയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സെറ്റായ ഗോൾസിനെ നമുക്ക് റിയലൈൻ ചെയ്യാം, അതിനുള്ള അവസരവും നമുക്ക് ലൈഫ് തരും. അപ്പോൾ ലൈഫിനെ വളരെ പ്ലസന്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന സ്കിൽ സെറ്റാണ്, അതാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. അത് സോഫ്റ്റ് സ്കിൽസ് ആയിരിക്കും. അത് ഉണ്ടാക്കാനായിരിക്കണം ആദ്യം ശ്രമിക്കേണ്ടത്. അത് ഉണ്ടാക്കിയെടുത്ത ഒരാളിലേക്ക് ഹാർഡ് സ്കിൽസ് എന്നുള്ള രീതിയിൽ, കോമ്പറ്റീറ്റീവ് സ്കിൽസ് എന്നുള്ള രീതിയിൽ, ടെക്നിക്കൽ ഓർ അക്കാഡമിക് സ്കിൽ
എന്നുള്ള രീതിയിലുള്ള സെറ്റുകളെയൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സന്തോഷം സ്വയം ഉണ്ടാകാനും ഉള്ള സന്തോഷം ഷെയർ ചെയ്യാനും പറ്റുന്ന മനുഷ്യരാവുക എന്നുള്ളതിനാണ് നമ്മൾ ഈ ജീവിക്കുന്നതും നമ്മൾ ഈ പഠിക്കാൻ സ്കൂളിൽ പോകുന്നതും ഒക്കെ ചെയ്യുന്നത്. അത് ഒരു എന്തിനാ പഠിക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ എല്ലാവരും പഠിക്കാൻ പോകണു ഞാനും പോകണു എന്നുള്ള ഉത്തരമല്ല. പഠിക്കണതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഫ്രണ്ട് സർക്കിളും അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സന്തോഷം കൂടിയാണ് നിങ്ങളെ കുറച്ചുകൂടി സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ശീലിപ്പിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ചില ഐഡിയാസ് തോന്നും, അതിൻ്റെ പുറകെ പോകാൻ തോന്നും, അങ്ങനെ അത് നിങ്ങൾ ചെയ്യാൻ തോന്നും. പിന്നെ നമ്മുടെ എക്സാമ്പിൾസിനെ നമ്മൾ ഇങ്ങനെ വലിയ വലിയ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ട് തന്നെ കാണണമെന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോൾ കാണുന്ന ഏറ്റവും വലിയ റിയൽ ലൈഫ് എക്സാമ്പിൾ ആക്കാൻ പറ്റുന്ന കക്ഷി ഒരാഴ്ച മുന്നേ എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ്സിലോ മറ്റേ പഠിക്കുന്ന 6ാം ക്ലാസ് ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. അഹാൻ എന്നായിരുന്നു പേര്, തലശ്ശേരിക്കാരനാണ്. അപ്പോൾ ഈ യൂണിറ്റ് ടെസ്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടേം എക്സാം കഴിയുമ്പോൾ ഓണപരീക്ഷയ്ക്ക് ഒരു കളി നിയമം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് ഇപ്പോൾ നമുക്കറിയാം ഫുട്ബോളിന് റൂൾസ് ഉണ്ട്, ക്രിക്കറ്റിന് റൂൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമിന്റെ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു കളിക്ക് നിങ്ങൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഹി പോയിന്റഡ് ഔട്ട് വൺ തിങ്. എന്താ? ജയിച്ചവര് തോറ്റവരെ കളിയാക്കരുത് എന്ന് ഒരു 10 വയസ്സുകാരന്റെ ബുദ്ധിയിൽ തോന്നി. അത് കളി നിയമമാക്കി എഴുതിയ ആളും നമ്മളെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്. അയാള് സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഓൺലി ലൈഫ് വിൽ ടെൽ. ഇങ്ങനെ ഒരു ഫിലോസഫി ഉണ്ടാക്കിയ ആൾക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ വർഷങ്ങളിൽ പലതും ലൈഫിന്റെ സെറ്റ് ബാക്സ് ഫേസ് ചെയ്യാൻ പറ്റാതെ പലതും സംഭവിക്കാം. പക്ഷെ ആഫ്റ്റർ ഓൾ ഈ ചെറിയ പ്രായത്തിൽ അയാൾ നമുക്ക് തന്ന ഒരു മെസ്സേജിനെ നമ്മൾ ഓരോരുത്തരും സെലിബ്രേറ്റ് ചെയ്തു. CM നേരിട്ട് കണ്ടു, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കണ്ടു, സോഷ്യൽ മീഡിയ ടുക്ക് ഇറ്റ് അപ്പ് ലൈക്ക് എനിത്തിങ്. അങ്ങനെ തോന്നിയ ആ ബുദ്ധിയെയാണ് നമ്മൾ സ്കിൽ എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതും. സോഫ്റ്റ് സ്കിൽ എന്നുള്ള രീതിയിൽ ഹാർഡ് സ്കിൽസ് ഒക്കെ നമുക്ക് ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അക്കാഡമിക് മുതൽ മറ്റെല്ലാ സ്കിൽസും നമുക്ക് മെല്ലെ മെല്ലെ ലൈഫിലേക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഓക്കെ സർ, അതുപോലെ തന്നെ ഇത്രയും നീണ്ട വിജയങ്ങൾക്കിടയിലും കുറെ പരാജയങ്ങൾ സർ പേഴ്സണലാണ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. എങ്ങനെയായിരുന്നു അതിനോടുള്ള ഒരു ആഭിമുഖ്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചത്? നമ്മള് തോൽക്കുന്നുണ്ടോ ഇല്ലേ എന്ന് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി, ആലോചിച്ചാൽ മതി. നമുക്ക് ലോകം തോൽവി എന്ന് വിളിക്കുന്ന അത് ഫിസിക്കലായിട്ട് മെഷർ ചെയ്യുമ്പോൾ അത് തോൽവി തന്നെയായിരിക്കും. അപ്പൊ മാർക്ക് കുറഞ്ഞു, പാസ് മാർക്ക് ഇല്ല, അപ്പൊ അത് തോൽവി തന്നെയാണ്. പക്ഷെ അപ്പോഴും ആ മാർക്ക് കിട്ടാൻ നമ്മളിട്ടൊരു എഫേർട്ട് ഉണ്ടാവും. അത് ലോകത്തിനൊന്നും അറിയില്ല. ചിലപ്പോൾ അതിലൊരു വലിയ സ്ട്രഗിൾ ഉണ്ടാവും. ആ സ്ട്രഗിളിനെ ചെറിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വലിയ സന്തോഷമുള്ള കാര്യം. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഈ പറയില്ലേ, ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ഇതിന്റെ ഒക്കെ അർത്ഥം പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും പറ്റാറില്ല. അത് ഈ അർത്ഥത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സക്സസ് ആ ഫെയിലിയറിൽ നിങ്ങൾക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവണം. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് അത് ഇരട്ടിക്കും. അതിൽ നിന്ന് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. അവിടെ തന്നെ തോറ്റു കിടക്കാൻ ഉള്ള മനസ്സില്ലായ്മ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പോകില്ലേ എന്ന് പറയാനുള്ള ആ ധൈര്യം, അതാണ് ഒരു തോൽവി നമുക്ക് തരുന്നത് ഒരു പക്ഷെ. സോ നമുക്ക് അടുത്ത ശ്രമത്തിലേക്ക് കടക്കാൻ അപ്പൊ പറ്റും. അതിലും ചിലപ്പോൾ തോൽവിയായിരിക്കാം, ജയമായിരിക്കാം, ലോകം അതിനെ അങ്ങനെ പലതും പറയുന്നുണ്ടാകാം. ആഫ്റ്റർ ഓൾ നിങ്ങളുടെ ലേണിംഗ് കർവ് നിങ്ങൾ അവിടെ ഒന്നും അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ അതിലൊന്നും നിങ്ങൾ തളരേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. നമ്മൾ ആരിലൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നമ്മളിലും ഒപ്പം മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ അതിനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്, ആ മാറ്റം ഒരു ബെറ്റർ വേൾഡിന് വേണ്ടിയുള്ള, ബെറ്റർ മീൻസ് ഓഫ് ലൈഫിന് വേണ്ടിയുള്ള, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയുള്ള നമ്മുടെ തന്നെ നല്ല മാറ്റത്തിനും നമ്മളൊക്കെ വേണ്ടപ്പെട്ടവർ അത് കാണുമ്പോൾ സന്തോഷിക്കുന്നതിനൊക്കെ സാധിക്കുന്നു എങ്കിൽ അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പരാജയങ്ങളാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വൈഭവം എന്ന് പറയുന്നതിന്റെ, ബുദ്ധി എന്ന് പറഞ്ഞാൽ ആ ഇന്റലിജൻസ് അല്ല, സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്ന് പറയുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എവറി ഹാർഡ്ഷിപ്പ് വിൽ ബിക്കം ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് യു. എവറി ഡിഫിക്കൽട്ടി വിൽ ബി കൈൻഡ് ഓഫ് എന്താ പറയാ, നിങ്ങൾക്കുള്ള മുന്നോട്ട് ഫ്ലറിഷ് ചെയ്യാനുള്ളതിൻ്റെ ഒരു അവസരമായിരിക്കും. അപ്പോൾ നമ്മളൊരു ടാസ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയല്ല ചെയ്തെന്താ എനിക്ക് മാത്രം ബുദ്ധിമുട്ടെന്ന്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാ, ഇത് മറികടന്നാൽ എനിക്ക് ഇനി ഇത്തരം സാധ്യതകളെയും ഇനി ഏതിനെയും മറികടക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ചിരിയോടുകൂടി ഏതൊരു ബുദ്ധിമുട്ടിനെയും, ഏതൊരു സ്ട്രഗിളിനെയും, ഏതൊരു ഹാർഡ്ഷിപ്പിനെയും, ഏതൊരു ഒബ്സ്റ്റക്കിളിനെയും ഫേസ് ചെയ്യുക എന്നുള്ളതാണ്
ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളിലേക്ക് വരാം. ശ്രീഗംഗ, മിഹാര, പ്രവീണ, ആര്യൻ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് സരിൻ സാറിനോട് ചോദിക്കാൻ? അനുഗ്രഹ, അപർണിക, നമുക്ക് ആരും ഇല്ലേ ഇവിടെ? ആര്യനിൽ സൺഡേ ഇപ്പോ ഇന്ത്യ പാകിസ്ഥാൻ കളി തുടങ്ങാൻ കറക്റ്റ് സമയത്ത് നമ്മൾ അവസാനിപ്പിക്കണേ. 8 മണിക്ക് കളി തുടങ്ങും. ഈ കുട്ടികൾ ആ കളികളിലൊന്നും അധികം പറഞ്ഞോളൂ മോളെ. പ്ലീസ്. സാർ, നമ്മുടെ തലമുറയിൽപ്പെട്ട പല കുട്ടികൾക്കും അതിനിടയിൽ വരുന്ന പല പ്രയാസങ്ങളും നേരിടാനുള്ള കരുത്ത് കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത് മറികടക്കാൻ സാറിന്റെ നിന്നുള്ള ഉപദേശം എന്താണ്? കരുത്ത് കുറയുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ അത് തർക്കിക്കാലോ അല്ലേ? ഇല്ല, തന്നെയാണ് ഞങ്ങളുടെ ജനറേഷനേക്കാൾ എന്നാണ്. ഞങ്ങൾ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസും ഹാർഡ്ഷിപ്സും സ്ട്രഗിൾസും അല്ല നിങ്ങളുടെ ജനറേഷൻ ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്, അതിൽ ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ ഇരുന്നൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ് എന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്ത് തീർക്കാനുള്ള സമയമാണെങ്കിൽ അത് ചെയ്യാം. അല്ല, ഗ്രൗണ്ടിൽ പോയി കളിക്കാനുള്ള സമയമാണെങ്കിൽ അത് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ചോയ്സ് ഒരുപാടാണ്. പ്രോബ്ലം ഓഫ് പ്ലെന്റി എന്ന് പറയും. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള ചോയ്സിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചില സമയം ഞാൻ ഇരിക്കുന്നുള്ളൂ. അത് ചിലപ്പോൾ പാരന്റ്സ് പറഞ്ഞിട്ടോ ടീച്ചേഴ്സ് പറഞ്ഞിട്ടോ ഒക്കെ ആണെങ്കിലും യു ആർ ഏബിൾ ടു ഫോളോ ദാറ്റ്, റൈറ്റ്? അപ്പോൾ ചിലതൊക്കെ വേണ്ടാന്ന് വെക്കാൻ ഈ ചെറിയ പ്രായത്തിലെ പഠിച്ചതും ശീലിച്ചവരുമായിട്ടുള്ളവരാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തലമുറയ്ക്ക് ശക്തിയില്ല എന്നോ അല്ലെങ്കിൽ അവർക്ക് അത്രമാത്രം ഇങ്ങനത്തെ കാര്യങ്ങളെ മറികടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. നിങ്ങൾ വളരെ എന്താ പറയുക, ആ കാര്യത്തിലൊക്കെ ഏബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങളുടെ ജനറേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, കാരണം അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ ഫേസ് ചെയ്തതല്ല നിങ്ങൾ ഫേസ് ചെയ്യുന്ന റിയാലിറ്റീസ് ഓഫ് ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ആണ്. അത് നിങ്ങളുടെ പ്രോബ്ലം സെറ്റ് ഡിഫൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നുമില്ല. എന്നാൽ നിങ്ങൾക്കൊക്കെ ഓരോ പ്രോബ്ലംസ് ഉണ്ട് താനും. ഈ ചെറിയ പ്രായത്തിലെ എങ്ങനെയാണ് കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിക്ക് ഒരു ബേർഡൻ ആണോ എന്ന് തോന്നിയിട്ട് ചിലർ സൂയിസൈഡ് ചെയ്യുന്നു. ചിലപ്പോൾ സെക്ഷുവലായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ നേരിടുന്ന കുട്ടികൾക്ക് അച്ഛനോടും അമ്മയോടും അത് പറയാനുള്ള ധൈര്യമില്ലാതെ വരുന്നു. അപ്പൊ അതിലൊക്കെ ഈ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾ വേണ്ടാത്ത വിധം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അയ്യോ, ഞാൻ പറഞ്ഞ അച്ഛനമ്മയ്ക്കും വിഷമാവോ? കാരണം അച്ഛനമ്മയും നിങ്ങൾ ഇതുവരെ ഒന്നും വിഷമിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സങ്കടം, ഇനി അച്ഛനമ്മയും നിങ്ങൾ കാരണം വിഷമിക്കുക. നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട. അവര് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിട്ട് ജീവിതം ഓഫർ ചെയ്ത 2 ആളുകളാണ്. അവരെ നിങ്ങൾ യൂസ് ടു ദ ഫുള്ളസ്റ്റ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അതിനെ നിങ്ങൾ നന്നായി മറികടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം സാധ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രോബ്ലം സെറ്റ് നിങ്ങൾക്ക് മാറി മാറി വരികയാണ്. 3-4 കൊല്ലം കഴിയുമ്പോഴേക്കും തന്നെ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷന്റെ പ്രോബ്ലംസ് ഇവോൾവ് ചെയ്യാണ്. അപ്പൊ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യണം അതിലേക്ക് ടീച്ചേഴ്സും പാരന്റ്സും സൊസൈറ്റിയും അതിലേക്കും അഡാപ്റ്റ് ചെയ്യണം. ഉണ്ടോ അവര് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ? ആരെങ്കിലും പാരന്റ്സ് ഉണ്ടെങ്കിൽ, കേൾക്കുന്ന പാരന്റ്സ് ഉണ്ടെങ്കിലും ദേ ക്യാൻ ആൾസോ ആഡ് ടു ദ വ്യൂ പോയിന്റ്സ്. ഇതൊരു ഡിസ്കഷൻ ആണ്, അല്ലാതെ റൈറ്റ് ആൻഡ് റോങ് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ നമ്മൾ ആരും പറയുന്നില്ല, തർക്കിക്കുന്നുമില്ല. പാരന്റ്സ് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ കൂടെ പാരന്റ്സ് ആരെങ്കിലും ഇല്ലെങ്കിൽ തന്നെ അതൊരു ലേണിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് അവന്റെ കാര്യം അവളുടെ കാര്യം ചോദിക്കാനും പറയാനും ഉള്ള സമയമായിട്ട് ഈ 1 hour കൊടുത്തിട്ടുണ്ട് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. ലെറ്റ് ഹിം ഓർ ലെറ്റ് ഹെർ ഡു ദാറ്റ് എന്ന് പറഞ്ഞ് അവർ നിങ്ങൾക്ക് തരുന്നൊരു ഫ്രീഡം കണ്ടില്ലേ? അതാണ് അതിന്റെ രസം. ഇനി അല്ല, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലും അതൊരു സപ്പോർട്ട് മെക്കാനിസം എന്നുള്ള പോലെ കൂടെ ഇരിക്കാൻ അവർ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ബോത്ത് വേസ്, ഈതർ വേസ് നമുക്ക് അതിൽ കാണാനുള്ളത് നമ്മളെ തന്നെ, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ലോജിക്കാണ് അതിന് ഡിറൈവ് ചെയ്യാനുള്ളത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ കാണുന്നത് എന്നും കൂടി നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ 2 തരത്തിലാണെങ്കിലും അത് പോസിറ്റീവ്. ചോദ്യങ്ങൾ പോരട്ടെ, വേഗം വേഗം. സരി സാർ, സാറിന്റെ കണ്ണൂരിലൊരു പ്രഭാഷണം ഞാൻ കേട്ടിരുന്നു. KSFയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ ചേംബർ ഹാൾ ഒരു സെമിനാറിൽ ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സാർ ഒരു സെമിനാറിൽ
അത് നന്നായിട്ട് എനിക്ക് സാറിന്റെ ഒരു സെമിനാറിൽ കണ്ണൂരിൽ KSFEയുടെ ഒരു സംസ്ഥാന സമ്മേളനം ഓക്കെ ആ ഓക്കെ വിഷയത്തിൽ സാർ നന്നായി ആ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അന്ന് മനസ്സിലാക്കിയത്. സാറിന് ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലാണോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയിലാണോ കൂടുതൽ ഒരു കംഫേർട്ടായിട്ട് ഇടപെടാൻ കഴിയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഒരു പൊതുവിലുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ഡോക്ടർ കുപ്പായം എടുത്തണിയാനേ ശ്രമിക്കാറില്ല. ഇപ്പോൾ ഞാൻ മെഡിക്കൽ കൺസൾട്ടേഷൻ എന്ന രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ആളുകളെ പരിശോധിക്കാനോ ഇരിക്കാറുമില്ല. പകരം ആളുകളുടെ വേവലാതികളും അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ പ്രശ്നങ്ങളും കേൾക്കും ഫോണിൽ കൂടി, അല്ലാതെയും അവരെ ഞാൻ കറക്റ്റായി ഗൈഡ് ചെയ്യും. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഒരു ദിവസത്തിൽ 10-15 കേസുകളായിട്ട് നമ്മൾ ഇടപെടേണ്ടി വരും. അതർവൈസ് ഞാൻ എന്നെ തന്നെ കാണുന്നത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒബ്സർവേഷണൽ ലേണിങ്ങിന്റെ ഒരാളാണ് ഞാൻ. അപ്പൊ അതിനുള്ള ഒരു അവസരമായിട്ടാണ് സോഷ്യൽ ലൈഫിനെ കാണുന്നത്. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ വിഷയങ്ങളിൽ ഇടപെടുന്നതും അങ്ങനെയാണ്. പുതിയ കാല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകാൻ പഴയ തലമുറയുടെ ഭാഗമായിട്ടുള്ള ഒരാൾക്ക് മാറാൻ സാധിക്കുന്നതിന്റെ ശ്രമങ്ങളാണ് നടത്തുന്നത്. സോ ഞാൻ അടിമുടി ഒരു പൊളിറ്റിക്കൽ ലൈഫ് അല്ലെങ്കിൽ ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ എന്താ പറയുക രീതിയിലാണ് എന്നെ തന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ എൻ്റെ ഇടയിൽ ആകെ അതിൻ്റെ ഒരു ഡീവിയേഷൻ സംഭവിക്കുക എൻ്റെ ഫാമിലി ലൈഫിൽ എൻ്റെ മോളടുത്തും എൻ്റെ വൈഫിനോട് ഇടപെടുമ്പോഴും എൻ്റെ ഫ്രണ്ട് സർക്കിളുമാണ്. പക്ഷെ അപ്പോൾ പോലും ഈ രണ്ടു കൂട്ടരുടെയും പരാതി ആ സമയത്ത് പോലും എനിക്ക് ആ കാര്യങ്ങളെ കാണുന്നത് പോലും ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ്. പ്രശ്നങ്ങളെ കാണുമ്പോഴും അതിന് പരിഹാരം തേടുമ്പോഴും എപ്പോഴും ഒരു ഒബ്ജക്റ്റീവായിട്ട് ആവാൻ ശ്രമിക്കാറുണ്ട്. സബ്ജക്റ്റിവിറ്റിയെ കൊണ്ടുവരാവുന്ന ഫാമിലി റിലേഷൻഷിപ്പിലോ ഫ്രണ്ട് സർക്കിളിലോ പോലും ഞാൻ അങ്ങനെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാറില്ല. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ആണ് കുറച്ചുകൂടി അവഗപ്പെടുത്തുന്നില്ല എന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് പഴിയായിട്ട്. ഞാൻ 24/7 എന്താ പറയുക ഒരു സോഷ്യൽ ബീയിങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഇനി നമുക്ക് 2 ക്വസ്റ്റ്യനോട് ചോദിക്കാനുള്ള സമയമുള്ളൂ. സാറിന് പോയിട്ട് തിരക്കുണ്ട്. 8 മണിക്ക് വരെയാണ് സമയം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? മിഹാര, ശ്രീഗംഗ, പ്രവീണ, അപർണിക, ആര്യൻ ചോദിക്കാൻ. തൃശ്ശൂരിലെ സ്കൂളുകളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളാണോ? അല്ല സർ, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. കൊല്ലം, ട്രിവാൻഡ്രം, കണ്ണൂർ, പിന്നെ തൃശ്ശൂർ, അങ്ങനെ 6-7 ജില്ലകളിൽ നിന്നുള്ളവരുണ്ട് സർ. ആര്യൻ എന്തോ ചോദിക്കാനുണ്ടായിരുന്നു. ആര്യൻ ഉണ്ടോ? ഇല്ല. അപ്പോ ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ശ്രീഗംഗ, മിഹാര, ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഓക്കെ, ഫൈൻ. ശരി സർ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ സമയം സാറിന്റെ എടുക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ വരാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കുറച്ചു നേരം സംവദിക്കാനും സാറിന്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഒപ്പം നിന്നതിന് വലിയ ഒരു താങ്ക് യു പറയാണ് ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബിന്റെ പേരിൽ, എന്റെ വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുകയാണ് സർ. താങ്ക് യു. ഇനി ലാസ്റ്റ് വേർഡ് സാർ, കുഞ്ഞുങ്ങളോടുള്ള ഒരു അവസാന വേർഡ് സാർ ഒന്ന്. എനിക്ക് നിങ്ങളോട് പറയാൻ മെസ്സേജ് എന്നുള്ള രീതിയിലൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ചെറിയ കുഞ്ഞിയ പ്രായം എല്ലാവരുടെയും വലിയ വലിയ ഉപദേശങ്ങളും കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ സറൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ അഡ്രസ് ചെയ്യും. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം, അതിൽ തർക്കമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയുന്ന പോലെ അറിയോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഞങ്ങൾ എപ്പോഴും ഒരു ഫെയിലിയർ ആവുന്നത്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയുന്ന പോലെ അഡാപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രക്ഷോഭം അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന പ്രക്ഷോഭം ഇങ്ങനത്തെ പ്രോഗ്രാം റൺ ചെയ്യുന്ന അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ കേൾക്കുമ്പോഴും ഗസ്റ്റുകളെ കേൾക്കുമ്പോഴും അതിന്റെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിന് നിങ്ങളെ കൊണ്ടുപോകുമ്പോഴൊക്കെയാണ് ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് നമ്മളെ തന്നെ എപ്പോൾ വേണമെങ്കിലും റീകാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകേണ്ടത്. ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്നുള്ള റൂൾസ് ഉണ്ട് ലൈഫിൽ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതും ശരിയാകാം എന്ന് തോന്നാൻ നമുക്ക് ചില സാഹചര്യങ്ങളിൽ പറ്റണം. ഇതിലെന്താ ശരികേട് എന്ന് അന്വേഷിക്കാനും പറ്റണം. അപ്പോ റൈറ്റ് ആൻഡ് റോങ് എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി നിർത്താത്ത ചില വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ, നമ്മുടേതായ ശരികൾ അതിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിയർ ആയിട്ട് മാറ്റാൻ ഒക്കെ കൊച്ചു കൊച്ചു എഫേർട്സ് ഇടുക. വായിക്കുക എന്ന് പറഞ്ഞാൽ ബുക്കും പേപ്പറും ന്യൂസ് പേപ്പറും ടെക്സ്റ്റ് ബുക്കും വായിക്കൽ മാത്രമല്ല. നിങ്ങളുടെ കാലത്ത് ബുക്കുകൾ ഓഡിബിൾ ബുക്സ് എന്നാണ് വിളിക്കുന്നത് പോലും.
അപ്പോൾ വായിക്കാൻ സമയമില്ലാത്തവർ കേൾക്കുമ്പോൾ വായനയുടെ സുഖം കുറയും, വായന തരുന്ന ഇമാജിനേഷന്റെ കപ്പാസിറ്റി കേൾവിക്ക് തരാൻ പറ്റില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും നിങ്ങളിലേക്ക് എക്സ്പീരിയൻസിന് കടന്നു വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഡിനൈ ചെയ്യരുത്. അതിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾ ഇരിക്കണം. അപ്പോൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, കുറേ പുസ്തകങ്ങൾ വായിക്കലോ, ന്യൂസ് പേപ്പർ വായിക്കലോ, കറണ്ട് അഫയേഴ്സിൽ അപ്ഡേറ്റഡ് ആവലോ എന്നൊക്കെ പലരും നിങ്ങളോട് പറയും. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കാം അപ്ഡേഷൻ ഓഫ് നോളജ് സംഭവിച്ചത്. പക്ഷെ അപ്ഡേഷൻ ഓഫ് നോളജിന്റെ വേറൊരു തലം സാധ്യമാകുന്ന ലോകത്താണ് നിങ്ങളുള്ളത്. അപ്പോൾ അവരുടെ ഉപദേശങ്ങളോ, ഇനി അവർ നിങ്ങളെ നെഗറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ചിലതൊന്നും നടക്കില്ല, ദിസ് ഇസ് നോട്ട് ഡൺ, ദിസ് ഇസ് ഇംപോസിബിൾ എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് അപ്ലൈ വൺ സിമ്പിൾ തംബ് റൂൾ. അവർ പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ ദം. അവരായിരുന്നു നിങ്ങളുടെ സ്ഥാനത്ത് വെച്ചാൽ നടക്കില്ല എന്നീ പറയുന്നതിന് അർത്ഥമുള്ളൂ. ജസ്റ്റ് പ്രൂവ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ, ഇറ്റ്സ് പോസിബിൾ ഫോർ യു. ആ ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങളുടെ ടീനേജിന്റെ 16, 17 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എത്താൻ പറ്റണം. അതിനു വേണ്ടിയായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുഞ്ഞു ബുദ്ധിയിൽ ഓരോ കാര്യങ്ങളെ കാണുകയും ഇമാജിൻ ചെയ്യുകയും എപ്പോഴും നിങ്ങൾ ഫാന്റസൈസ് ചെയ്യുക കാര്യങ്ങളെ പറ്റി, ഫാസിനേറ്റഡ് ആവുക ലോകം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി. നിങ്ങളുടെ വഴി നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും. അതിന് സമയം കൊടുക്കണം. ആ സമയത്തിന്റെ ഇടയിൽ നിങ്ങളെ വഴിതെറ്റിക്കാൻ വരുന്നതിനെയൊക്കെ എങ്ങനെയാണ് ഡിനൈ ചെയ്യേണ്ടത്, ഡിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പാരന്റ്സ് ഉണ്ട്, സിബ്ലിങ്സ് ഉണ്ട്, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആയിട്ടുള്ളവരുണ്ട്, എക്സ്റ്റൻഡഡ് റിലേറ്റീവ്സ് ആയിട്ടുള്ളവരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഞങ്ങൾ സൊസൈറ്റി എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ഒരു ഫോൺ കോൾ ദൂരത്തിൽ പല ഹെൽപ്പ് ലൈനുകൾ ഉണ്ട്, AI-യുടെ ചാറ്റ് എഞ്ചിനുകളും ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ ബി റാഷണൽ. നമ്മൾ ബുദ്ധിയെ വികാരം കൊണ്ടുകൂടി മെഷർ ചെയ്യാൻ പറ്റുന്ന ആളുകളോട് ചോദിച്ച് ആ അവസരം ഇല്ലെങ്കിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട പലതിലേക്കും അതിന്റെ ഫസ്റ്റ് റിസോർട്ടായിട്ട് അതിനെ മാറ്റരുത്. നിങ്ങൾ ഒന്നുമില്ലാതെ ഉഴലുന്ന കുഞ്ഞു ബുദ്ധിയിൽ പുതിയ പുതിയ ആശയങ്ങൾ വരും, ഐഡിയാസ് വരും. അതിനെയൊക്കെ നോ എന്ന് പറയാതെ ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ പ്രായത്തിലുള്ളവരുമായിട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്, നിങ്ങളുടെ പാരൻസുമായിട്ട്, എല്ലാവരെയും ഫ്രണ്ട്സായിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ വീട്ടിലെ പാരൻസിനെ പോലും ഫ്രണ്ട്സായിട്ട് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും ചിലപ്പോൾ. ട്രൈ, കീപ് ഓൺ ട്രൈയിങ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. എവിടെ നിങ്ങളൊക്കെ കാണാം വീണ്ടും. അപ്പോൾ ഒന്നും എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് നിങ്ങളുടെ ആരുടെയും മുഖം അറിയില്ല. എൻ്റെ മുഖം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചാറ്റ് കഴിഞ്ഞപ്പോൾ പരിചയമായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഓടി വന്നിട്ട് പറയാതെ അന്ന് ഈ പ്രോഗ്രാമിൽ ഇരുന്ന ആൾക്കുട്ടികളാണെന്ന്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you very much, sir. Okay, bye. Good night. Bye bye.